ആലപ്പുഴ ജില്ലയിലെ 4 പഞ്ചായത്തുകളിലായി 20 വീടുകളിൽ പരീക്ഷണാർത്ഥം ആരംഭിച്ച അടുക്കള മീൻ ടാങ്ക് പദ്ധതി വൻ വിജയത്തിലേക്ക് എത്തിനിൽക്കുന്നു. അടുക്കള മാലിന്യം ടാങ്കിലെ മീനുകൾക്ക് ഭക്ഷണമാകുകയും മീനുകൾ അടുക്കളയിൽ ആഹാരമായി മാറുകയും ചെയ്യുന്ന ഈ കാർഷിക രീതി നിർവഹിച്ചു പോരുന്നവരിലേറെയും വീട്ടമ്മമാരാണ്. മത്സ്യവിസർജ്യങ്ങളും മറ്റുമടങ്ങിയ മീൻ ടാങ്കിലെ ജലം നനച്ചു കൊടുക്കുക വഴി പച്ചക്കറിയിലും നല്ല വിളവ് ഇവർക്ക് ലഭിച്ചു പോരുന്നു. അടുക്കള ആവശ്യം നിറവേറ്റുന്നതിനൊപ്പം മത്സ്യം പച്ചക്കറി വിറ്റുവരവിലൂടെ ഒരു വരുമാനവും ഇവർക്ക് തരമാകുന്നു. ഇതേ ആശയം ആലപ്പുഴ ജില്ലയിലെ 2 വിദ്യാലയങ്ങളും പ്രാവർത്തികമാക്കുകയായിരുന്നു. തിരുവിഴ ചാരമംഗലം ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ഇതിലാദ്യത്തേത്. അടുക്കള മീൻ കുളകൃഷി രീതിയുടെ ഉപജ്ഞാതാവും ഉൾനാടൻ മത്സ്യങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിപ്പോരുകയും ചെയ്യുന്ന ഡോക്ടർ KG പത്മകുമാർ തന്നെയായിരുന്നു ഈ വിദ്യാലയ മീൻ വളർത്തലിനും നേതൃത്വമേകിയത്. വിദ്യാലയത്തിൽ ഒരു ഫിഷ് ടാങ്ക് എന്ന ആശയം അദ്ദേഹം അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും പങ്കുവച്ചു. സ്കൂൾ തുറക്കുമ്പോൾ ടാങ്കിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് മധ്യവേനൽ അവധിക്ക് മുൻപ് പല ഘട്ടങ്ങളിലായി മത്സ്യക്കൊയ്ത്ത് നടത്താൻ കഴിയുമെന്നും നിർദ്ദേശിച്ചു. സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സംഘടന ഈ പുതിയ കർമ്മ പദ്ധതിക്കായി മുന്നിട്ടിറങ്ങി. പാരിസ്ഥിതിക വിശുദ്ധിയെ പ്രതീക്ഷയോടെ കണ്ട സുമനസുകൾ ഈ പദ്ധതിക്കൊപ്പം കൂട്ടുചേർന്നു. PTA ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 4.5 മീറ്റർ വീതിയും 4.5 മീറ്റർ നീളവും 1 മീറ്റർ ഹൈറ്റും ഉള്ളൊരു ടാങ്ക് പുതിയൊരു ടെക്നോളജിയിൽ നിർമ്മിക്കുകയും അത് നമ്മൾ ആ മീന് അല്ല മത്സ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് കുട്ടികളുടെ ആഹാരാവശിഷ്ടങ്ങൾ കുട്ടികൾ കൊണ്ട് ഇട്ട് കൊടുക്കുകയും അത് മത്സ്യം ഭക്ഷിക്കുകയും മത്സ്യത്തിൻ്റെ വേസ്റ്റ് ധാരാളം നല്ല വളമായിട്ട് വരുന്ന ആ വേസ്റ്റ് വാട്ടർ നമ്മൾ നെൽകൃഷിക്കും അത് വാഴകൃഷി അതുപോലെ പച്ചക്കറി കൃഷിക്കും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ചതുരാകൃതിയിലുള്ള കോൺക്രീറ്റ് മീൻ ടാങ്ക് വിദ്യാലയ മുറ്റത്ത് പണിതീർത്തു. ചീനച്ചട്ടിയുടെ മാതൃകയാൽ തീർത്ത ടാങ്കിലെ ഉൾഭാഗത്തിന്റെ താഴ്ച 1 മീറ്ററാണ്. പാർശ്വതലങ്ങളുടെ വീതി 40 സെന്റിമീറ്ററുമാണ്. ചട്ടിയുടെ ആകൃതിയിലുള്ള മീൻ ടാങ്കിന്റെ അടിത്തളം മത്സ്യങ്ങളുടെ തനതായ ജീവപ്രക്രിയയ്ക്ക് ഏറെ പ്രയോജനീഭവിക്കുന്നു. ഭക്ഷ്യമാലിന്യങ്ങൾ, ഭക്ഷ്യാവശിഷ്ടങ്ങൾ മത്സ്യ കൃഷിയിലൂടെ പ്രയോജനപ്പെടുത്തുന്ന ഈ പദ്ധതി ഇന്ന് കേരളത്തിൽ 2 സ്കൂളുകളിലാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. കായൽ കൃഷി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ്. ഒന്ന് ചാരമംഗലം ഹൈസ്കൂളിൽ, അതുപോലെ ഇവിടെ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വളരെ എഫക്റ്റീവായ 2 സ്കൂളുകളിൽ ഇത് പദ്ധതി നടപ്പിലാക്കുകയാണ്. ഈ കേവലമായിട്ടുള്ള ഒരു മത്സ്യം വളർത്താനുള്ള ഒരു സംരംഭം അല്ല ഇത്. ഒരു ടാങ്ക് കെട്ടി മത്സ്യം വളർത്തുന്ന സമ്പ്രദായമല്ല. കുട്ടികളുടെ ഫുഡ് വേസ്റ്റ്, ഉച്ച ഊണിന് ശേഷമുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ അതൊരു പ്രശ്നം തന്നെയാണ്. അത് ഡിസ്പോസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. മാലിന്യ വിനിയോഗത്തിന് ടാങ്ക് നിർമ്മിക്കുന്നത് ഏത് ആകൃതിയിലും ആകാം. അത് സമചതുരത്തിലാകാം, ദീർഘചതുരത്തിലാകാം, വൃത്താകൃതിയിലാകാം. ഇവിടെ ചാരമംഗലം സ്കൂളിൽ സമചതുരത്തിലുള്ള ഒരു ടാങ്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് അവിടെ അവൈലബിൾ ആയിട്ടുള്ള അവിടെ ലഭ്യമായ സ്ഥലം അനുസരിച്ചാണ് അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകത ഉണ്ടാവണം, അടിത്തട്ട് ചട്ടി പോലെ, ചീനച്ചട്ടി പോലെ അകത്തോട്ട് കോൺകേവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ടാങ്ക് ക്രമീകരിക്കേണ്ടത്. ടാങ്കിൻ്റെ മധ്യഭാഗത്തൂടെയാണ് പുറത്തോട്ട് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള പൈപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പച്ചക്കറി കൃഷിക്കും മറ്റും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്. ആ ടാങ്കിൽ എത്ര വെള്ളം നിർത്തണോ അത്ര ഉയരത്തിലുള്ള ഒരു പൈപ്പ് ആ സെൻറ്ററിലുള്ള മധ്യഭാഗത്തുള്ള പൈപ്പിൽ കുത്തി നിർത്തിക്കൊണ്ടാണ് നമുക്ക് വെള്ളം നിറയ്ക്കുന്നത്. അവിടെ നിന്ന് അതിനകത്ത് അടിയിൽ അടിഞ്ഞുകൂടുന്ന മട്ട മധ്യഭാഗത്ത് വരുന്നത് പുറത്ത് കളയുന്നതിന് വേണ്ടി ഒരു എയർലിഫ്റ്റ് സംവിധാനമുണ്ട്. 2 ഇഞ്ച് പൈപ്പ് പുറത്തോട്ടുള്ള പൈപ്പാണെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് അതിൻ്റെ പുറത്തിടും. അതിനെ ഉയർത്തിയിട്ട് പുറത്തോട്ട് പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മാതൃകയാണ് എനിക്ക് തോന്നുന്നു ഈ ഫിഷ് വേസ്റ്റ് അല്ലെങ്കിൽ മത്സ്യ ഉൽപ്പാദനത്തിന് മത്സ്യകൃഷിയുടെ ചെറിയ ടാങ്കിലെ മത്സ്യകൃഷിയുടെ
ഹൃദയഭാഗം എന്ന് പറയുന്നത് ഈ ടാങ്കിൻ്റെ മോഡലാണ്, ആ ടാങ്കിൻ്റെ നിർമ്മിതിയാണ്. അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യക്ഷമമായി അനായാസമായിട്ട് നമുക്ക് മത്സ്യം വളർത്തിയെടുക്കാം. ചാരമംഗലം DV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ മത്സ്യകൃഷി ഇപ്പോൾ 2ാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. മലേഷ്യൻ വാള, റെഡ് ബില്ലി, സിലോപ്പിയ, കരിമീൻ, കൂരി തുടങ്ങിയ മത്സ്യയിനങ്ങളാണ് ഈ ഫിഷ് ടാങ്കിൽ മൂകം നീന്തുന്നതും ഇടവേളകളിൽ ജലപ്പരപ്പിൽ മുഖമുയർത്തി പ്രാണവായു ശ്വസിച്ച് മുങ്ങാങ്കുഴിയിടുന്നതും. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ഏതാണ്ട് 2000ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൽ പഠിതാക്കളായിട്ടുള്ളത്. സർക്കാർ സ്കൂൾ ആയതിനാൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന രീതിയും ഇവിടെയുണ്ട്. എന്നാൽ ഒട്ടേറെ കുട്ടികൾ ഉച്ചഭക്ഷണം വീട്ടിൽ നിന്നും കൊണ്ടുവരികയും ചെയ്യുന്നു. അതാത് ദിവസത്തെ ഉച്ചഭക്ഷണത്തിന്റെ അവശിഷ്ടം ഒരു പാത്രത്തിൽ ശേഖരിച്ച് ടാങ്കിലെ മത്സ്യങ്ങൾക്കുള്ള ആഹാരമായി നൽകിപ്പോരുന്നു. പഠനവേളയിലെ മാനസിക സമ്മർദ്ദങ്ങൾ അകറ്റുന്ന ഒരു ആഹ്ലാദവേളയായി വിദ്യാർത്ഥികൾ ഈ മീൻ പരിപാലനത്തെ കാണുന്നു. ആയിരത്തിലധികം കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ഒരു പ്രശ്നമായി വന്നപ്പോൾ ഞങ്ങളത് സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ ഒട്ടനവധി നിർദ്ദേശങ്ങളാണ് വന്നത്. അതിലൊന്നാണ് ഭക്ഷ്യ അവശിഷ്ടം കൊടുത്തിട്ട് മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു മത്സ്യ ടാങ്ക് രൂപീകരിക്കുക എന്നുള്ള ആശയം വന്നു. അങ്ങനെ PTA സഹകരണത്തോടുകൂടി 4.5 മീറ്റർ വീതിയും 4.5 മീറ്റർ നീളവുമുള്ള 1 മീറ്റർ ഉയരമുള്ള ഒരു ടാങ്ക് ഉണ്ടാക്കുകയും ഒരു പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ച് പത്മകുമാർ സാറിൻ്റെ നിർദ്ദേശാനുസരണം ഒരു പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ച് ഒരു മത്സ്യ ടാങ്ക് ഉണ്ടാക്കുകയും അതിൽ 200-ലധികം വ്യത്യസ്ത ഇനം മത്സ്യങ്ങൾ നിക്ഷേപിക്കുകയും കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിൻ്റെ മിച്ച ഭക്ഷണം ഉപയോഗിച്ച് മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുകയും ആ തീറ്റ മത്സ്യം കഴിച്ചിട്ട് മത്സ്യം വളരുന്നതനുസരിച്ച് വരുന്ന ജലം, മലിനജലം കൃഷിസ്ഥലത്തേക്ക് ഒഴുക്കുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഉച്ചഭക്ഷണം മീൻ ഭക്ഷിക്കുന്നു, അതിൻ്റെ അവശിഷ്ടങ്ങൾ കൃഷിയിടത്തിലേക്ക് പോകുന്നു. അങ്ങനെ വളരെ മെച്ചപ്പെട്ട ഒരു ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ രൂപീകരിച്ചത്. കുട്ടികളാണ് ഈ മത്സ്യത്തെ പരിചരിക്കുന്നത്. അവരെ ഉച്ചയ്ക്ക് മിച്ചം വരുന്ന ഭക്ഷണം തീറ്റയായി കൊടുക്കുന്നു, അതിനെ പരിചരിക്കുന്നു. എപ്പോൾ വെള്ളം മാറേണ്ടപ്പോൾ വെള്ളം മാറുന്നു. അതുപോലെ തന്നെ ഒരു 2 മാസം മുമ്പ് നമ്മൾ ഒരു 35 കിലോളം മത്സ്യം എടുത്ത് വിൽക്കുകയുണ്ടായി. മീൻ ടാങ്കിലെ ജലം കൃത്യമായ ഇടവേളകളിൽ മാറ്റിക്കൊടുക്കുന്നു. ടാങ്കിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പോളിത്തീൻ പൈപ്പ് വർഷകാലത്ത് ടാങ്കിൽ നിന്നും ജലം കവിഞ്ഞ് വെളിയിൽ പോകുന്നത് തടയുന്നു. പൈപ്പിനിടയിലെ ദ്വാരത്തിലൂടെയാണ് ടാങ്കിലെ ജലം പുറത്തേക്ക് ഒഴുകുക. ടാങ്കിന്റെ പുറത്ത് ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പിലൂടെ എത്തുന്ന ജലം സ്കൂൾ അങ്കണത്തിൽ നട്ടിരിക്കുന്ന പച്ചക്കറി വിളകൾക്കും ചെടികൾക്കുമൊക്കെ നനച്ചു കൊടുക്കുന്നു. മത്സ്യവിസർജ്യവും മറ്റ് മൂലകങ്ങളും അടങ്ങിയ ഈ ജലം സസ്യങ്ങളുടെ വളർച്ചയ്ക്കുള്ള മികച്ച ഒരു വളമായും മാറുന്നു. വേസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ നെൽകൃഷിയും അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിക്കും നടത്താനായിട്ട് ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഭക്ഷ്യാവശിഷ്ടം കൊണ്ടാണ് ഈ മത്സ്യം ഞങ്ങൾ വളർത്തുന്നത്. അതിനകത്ത് കാരി, അതുപോലെ തന്നെ സിലോപ്പിയ, കൂരിവാള എന്നിവ ഏകദേശം ഒരു 200ഓളം മത്സ്യങ്ങളാണ് ഇപ്പം. ഇപ്പോൾ ഒരു വിളവെടുപ്പ് ഞങ്ങൾ കഴിഞ്ഞതാണ്. 35 കിലോ മത്സ്യമാണ് നമുക്കത് ലഭിച്ചത്. 200 രൂപ വെച്ചാണ് ഞങ്ങൾ കൊടുത്തത്. ഇതിപ്പം 2ാം ഘട്ടം വിളവെടുപ്പിലേക്ക് വരികയാണ്. ടാങ്കിലെ ജലം ഹോസ് വഴി നനച്ചു കൊടുക്കുന്നതിനൊപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയും ഇവിടെ അവലംബിച്ചിരിക്കുന്നു. ടാങ്കിലെ ജലം പുറത്തേക്ക് ഒഴുക്കിയ ശേഷമാണ് മത്സ്യം പിടിക്കുക. വളർച്ചയെത്തിയ മത്സ്യങ്ങളെ ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി ഉൽപാദനമാണ് ഇത്തവണ ഉണ്ടായത്. മീൻ ടാങ്കിലെ ജലം എത്തിച്ച് കൃഷി ചെയ്ത നെല്ല്, മഞ്ഞൾ, വിവിധതരം പച്ചക്കറികൾ തുടങ്ങിയവയും നല്ല വിളവ് തന്നെ നൽകി. മത്സ്യത്തിന്റെയും പച്ചക്കറികളുടെയും ആവശ്യക്കാർ പ്രധാനമായും രക്ഷിതാക്കളും അധ്യാപകരും തന്നെ. ഉച്ചസമയത്ത് ഏകദേശം 2 കിലോയോളം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ ടാങ്കിൻ്റെ അകത്ത് സിലോപ്പി, കാരി, അങ്ങനെ ഒരുപാട് തരം
മീനുകൾ വസിക്കുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം മത്സ്യമാണ്. കാര്യം അവരുടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഇത് കാണാൻ കഴിയും. ഇപ്പോൾ കുട്ടികൾ ഇൻ്റർവെൽ ടൈമിനും മറ്റു ഇടവേളകളിലും എല്ലാം വന്ന് കാണുകയും രസിക്കുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ഇതിലൂടെ നടക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഇതിനോട് താല്പര്യമായതുകൊണ്ട് തന്നെ സ്കൂളിലെ ഭൂരിപക്ഷം കുട്ടികളും ഈ ക്ലബിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിൻ്റെ രീതികളും എങ്ങനെയാണ് ഇവിടെ പച്ചക്കറി നടുന്നതും അതിൻ്റെ വിളവെടുപ്പും മറ്റു കാര്യങ്ങളും അതിൻ്റെ വെള്ളം എവിടെ നിന്നാണെന്നും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതിലൂടെ പുതിയൊരു തലമുറയ്ക്ക് ഒരു അവബോധമാണ് സൃഷ്ടിക്കുന്നത്. ചിത്രശലഭങ്ങളുടെ പരിരക്ഷയ്ക്കായി ഒരു ശലഭത്തോട്ടവും സ്കൂൾ അങ്കണത്തിലുണ്ട്. പച്ചപ്പിന്റെ ഈ കുടക്കീഴിൽ നാനാവർണ്ണത്തിലുള്ള പലതരം ശലഭങ്ങൾ സസുഖം പാർക്കുന്നു. നമ്മളൊരു ശലഭ ഉദ്യാനം ഇവിടെ പരിപാലിച്ചു പോരുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ടത് ഒരു 5-6 വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംരംഭമാണത്. ധാരാളം ശലഭങ്ങൾ നമുക്ക് അവിടെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഔഷധ തോട്ടം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. 200-ലധികം ഔഷധ സസ്യങ്ങൾ ഇവിടെ നട്ട് പരിപാലിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ ചുമതലയും കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ സീഡിൻ്റെ കുട്ടികളുണ്ട്, അതുപോലെ കാർഷിക ക്ലബിലെ കുട്ടികൾ, ഇവരെല്ലാവരും ഈ സംരംഭത്തിൽ സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആ തോട്ടം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഭക്ഷ്യമീനുകളെയും പച്ചക്കറി വിളകളെയും പാരിസ്ഥിതിക ഭംഗിയെയും കാത്തുപോരുന്ന ചാരമംഗലം DV ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ വർഷത്തെ ഹരിത വിദ്യാലയ പുരസ്കാരമേകി സംസ്ഥാന സർക്കാരും ആദരിച്ചു. മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു വിദ്യാലയമാണ് ആലപ്പുഴ ചേർത്തലയിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ്. ഇവിടെയും ഈ കൃഷിരീതി 2ാം ഘട്ടത്തിലാണ്. സ്മാർട്ട് ക്ലാസ്സിലെ അധ്യയനത്തിന്റെ ഇടവേളകളിൽ വിദ്യാലയ അങ്കണത്തിലുള്ള ടാങ്കിലെ കരിമീനുകളെ പരിപാലിക്കാനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾ സമയം കണ്ടെത്തുന്നു. അതിനവർക്ക് എല്ലാ പിന്തുണയുമായി അധ്യാപകരുമുണ്ട്. അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ പത്മകുമാർ സാറിൻ്റെ ഉപദേശത്തിലാണ് ഞങ്ങൾ ഈ കൃഷി ഇവിടെ ആരംഭിച്ചത്. ഒരു പ്രത്യേക ഷേപ്പിൽ അടിഭാഗം ഡോം ഷേപ്പിൽ നിർമ്മിച്ച വെള്ളം ഒരേ സമയം കയറ്റുകയും ഇറക്കുകയും ചെയ്യാവുന്ന പാകത്തിൽ വളരെ വൈദഗ്ധ്യത്തോടെയാണ് ഞങ്ങളുടെ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 250ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ ഇതിൽ നിക്ഷേപിച്ചത്. 6 മാസം കൊണ്ട് ആവശ്യത്തിന് വളർച്ച എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഹാർവസ്റ്റ് ചെയ്യാൻ പാകത്തിനാണ് കിടക്കുന്നത്. ഈ ടാങ്കിൽ തന്നെ ഏകദേശം 400ഓളം മത്സ്യങ്ങളെ നമുക്ക് വളർത്താൻ കഴിയും. ഒരേ സമയം ഇത് കുട്ടികളും പരിസ്ഥിതിയും ഒരു വരുമാന മാർഗവുമായി ബന്ധിപ്പിച്ചിട്ട് കുട്ടികളിലൊരു അവബോധം ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഭക്ഷണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വേസ്റ്റ് ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് റീസൈക്കിൾ ചെയ്യാൻ ഈ ഒരു മാർഗത്തിലൂടെ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും അതിനോടനുബന്ധിച്ച് ഇതേപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ സമയം വേസ്റ്റ് മാനേജ്മെൻറ്റും അതേസമയം കുട്ടികളിൽ മത്സ്യകൃഷി അതുപോലൊരു വ്യവസായത്തെക്കുറിച്ചുള്ള ഒരു ചെറുകിട വ്യവസായത്തെക്കുറിച്ചുള്ള അവബോധവും പ്രകൃതി സ്നേഹവും ഒരുപോലെ വളർത്താൻ ഈ ഒരു സംരംഭത്തിന് കഴിയും എന്ന് അതാണ് ഞങ്ങളുടെ ഒരു സജഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ്. ഒപ്പം ഞങ്ങളുടെ അധ്യാപകരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ടാങ്ക് നിറയ്ക്കുക, ക്ലീൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ അധ്യാപകർ കുട്ടികളെ സഹായിക്കും. മറ്റ് കാര്യങ്ങൾ കുട്ടികൾ ചെയ്യും. പിന്നെ ഫീഡായിട്ട് മെയിനായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഉച്ചഭക്ഷണത്തിൻ്റെ ബാക്കിയായി വരുന്ന ചോറും മറ്റുമാണ്. അത് ലഭ്യമല്ലാത്ത സമയത്താണ് ഞങ്ങൾ മറ്റെന്തെങ്കിലും ഫുഡ് അതിന് പ്രിഫർ ചെയ്യുന്നത്. വളരെ വിജയകരമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഇതിനെ സംരക്ഷിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ KG പത്മകുമാറിന്റെ ഭാവനയിൽ തയ്യാറാക്കപ്പെട്ടതായിരുന്നു ഈ കലാലയത്തിലെയും ഫിഷ് ടാങ്ക്. ചാരമംഗലം DV ഹയർ സെക്കൻഡറി സ്കൂളിൽ ചതുരാകൃതിയിലാണ് ടാങ്ക് നിർമ്മിച്ചതെങ്കിൽ ഇവിടെ വൃത്താകൃതിയിലാണ് തയ്യാറാക്കിയത്. ഏതാകൃതിയിൽ ടാങ്ക് നിർമ്മിക്കാമെങ്കിലും ടാങ്കിന്റെ ഉൾഭാഗം ചീനച്ചട്ടിയുടെ മാതൃകയാകണമെന്നതാണ് പ്രധാനം. മത്സ്യവിസർജ്യവും ഭക്ഷ്യാവശിഷ്ടങ്ങളും മറ്റും പുറത്തേക്ക് കളയുന്നതിന് ഈ മാതൃക ഉപകരിക്കും. ഇവിടെ 10 സ്ക്വയർ മീറ്റർ ഒരു ടാങ്കാണ് ചെയ്തിട്ടുള്ളത്. 500 കുട്ടികളുടെ ഫുഡ് വേസ്റ്റ് മുഴുവൻ അവിടെ ഉപയോഗിക്കാം. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 300 മുതൽ 400 മത്സ്യങ്ങളെ സംഭരിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള മത്സ്യ ഇനങ്ങളെ കണ്ടെത്തി അതിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലൊരു മാതൃക, ഒരു മോഡൽ, ഒരു ടാങ്കിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്
ഇപ്പം ഗേൾസ് ഹൈസ്കൂളിൽ, ചേർത്തല ഗേൾസ് ഹൈസ്കൂളിൽ ഇവിടെ കാണിച്ചിട്ടുള്ള മോഡൽ വളരെയധികം പ്രദേശങ്ങളിലോട്ട് ഇത് വ്യാപിക്കും. കാരണം സർക്കുലറായിട്ടുള്ളൊരു മോഡൽ, അതുവഴി കൃത്രിമമായിട്ട് വെള്ളം അതിനകത്തോട്ട് എത്തിക്കാനുള്ള സമ്പ്രദായം, അവിടെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ സ്വാഭാവികമായി യാതൊരു പമ്പുമില്ലാതെ സ്വാഭാവികമായി അത് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുക. അപ്പം ഗാർഹിക മാലിന്യങ്ങൾ, ഭക്ഷ്യ അവശിഷ്ടങ്ങൾ മത്സ്യത്തിൻ്റെ വിസർജ്യ വസ്തുക്കൾ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം, അതാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്ക് പറയും സാധാരണ നമ്മുടെ അടുത്ത കാലത്ത് പറയും നമ്മുടെ എന്ത് മാലിന്യ വിനിയോഗം, മാലിന്യ ഡിസ്പോസലല്ല, മാലിന്യം സംസ്കരണമല്ല, മറിച്ച് മാലിന്യം വിനിയോഗമാണ് ഇവിടെ നടത്തുന്നത്. മാലിന്യം ഏറ്റവും കാര്യക്ഷമമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക, അതുവഴി ശുചിത്വം അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയ ടാങ്കിലെ ഈ ജലം കാർഷിക വിളകൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നു. ഈ ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങുകയാണ് ഈ വിദ്യാലയം. മത്സ്യകൃഷിയും ഹരിതകൃഷി ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് മ്യൂച്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ അവശിഷ്ടത്തിലൂടെയാണ് ഞങ്ങളിവിടെ പച്ചക്കറി വളർത്താൻ ശ്രമിക്കുന്നത്. കഴിവതും ഓർഗാനിക്കായിട്ട് അത് ഈ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളും തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എന്തെങ്കിലും കൂടെ ഇനി അവർക്ക് മുമ്പേ പോകാനായിട്ട് നമ്മുടെ ഭൂമി, നമ്മുടെ പ്രകൃതി എന്നുള്ളൊരു രീതിയിലേക്ക് അവരുടെ മനസ്സിനെ വളർത്തിയെത്തിക്കാനും വേണ്ടിയിട്ട് NSSൻ്റെയും അതുപോലെ സ്കൂളിലെ എല്ലാവരുടെയും പരമാവധി സഹായത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ഹരിത കേരളവും അതുപോലെ തന്നെ മത്സ്യകൃഷിയും ചെയ്യുന്നത്. രണ്ടും വളരെ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം വിളവെടുക്കുക വരെ ചെയ്തു, ഇവിടെ തന്നെ വിറ്റ് പോവുകയാണ് ഉണ്ടായത്. കാര്യം ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നിന്ന് കുട്ടികൾ തന്നെ +1 +2 പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെയുള്ള കുട്ടികൾക്കും ടീച്ചേഴ്സിനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഠനത്തോടൊപ്പം കൗതുകവും അതിനപ്പുറം ആനന്ദവും ഈ മത്സ്യകൃഷിയിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നു. ഫിഷ് ടാങ്കിൽ നിന്നും പളുങ്കു മീനുകളെ കോരുവലയിട്ട് കോരിയെടുത്ത് ആഹ്ലാദ ചിത്തരാകുന്ന ഈ പെൺകുട്ടികൾ നമ്മോട് പങ്കുവയ്ക്കുന്ന ഒരു സന്ദേശവുമുണ്ട്. പ്രകൃതിയെ അടുത്തറിയുക, പ്രകൃതിയും മനുഷ്യനും ചേർന്ന ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുക, സാമൂഹ്യ വിപത്തായ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ചെറുമീൻ ടാങ്കുകൾ തീർക്കുക, അതിലൂടെ ശുദ്ധമായ ഭക്ഷ്യ മത്സ്യങ്ങളെ വളർത്തിയെടുക്കുക, എല്ലാറ്റിനുമപ്പുറം ഒരു ജൈവ കാർഷിക സംസ്കൃതിയെ പോറ്റി വളർത്തുക. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാതൃകാ മത്സ്യകൃഷിയിടം പദ്ധതിക്ക് 50% സബ്സിഡി. മട്ടുപ്പാവ് കൃഷിക്ക് പുതിയ ഇറിഗേഷൻ കിറ്റ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ഈ വർഷം മത്സ്യോൽപാദന വർധനവിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി 650 ഹെക്ടറിൽ മാതൃകാ മത്സ്യകൃഷിയിടം പദ്ധതി നടപ്പാക്കും. ഇതിന് 1 ഹെക്ടറിനുള്ള ചെലവ് 3 ലക്ഷം രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്.
ചെലവിന്റെ 50% സബ്സിഡിയായി അനുവദിക്കും. 50 സെന്റ് വിസ്തീർണമുള്ള ശുദ്ധജലാശയങ്ങളുടെ ഉടമസ്ഥനോ പാട്ടത്തിനെടുത്തയാൾക്കോ മാതൃകാ കൃഷിയിടം പദ്ധതിയുടെ ഗുണഭോക്താവാകാം. കൂടുതൽ വിവരങ്ങൾക്ക് അതത് ജില്ലയിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുമായി ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സംസ്ഥാനതല കാർഷിക ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് ഫോട്ടോകൾ ക്ഷണിക്കുന്നു. കൃഷി, വൈവിധ്യം, സമൃദ്ധി, സംസ്കാരം എന്നതാണ് വിഷയം. 12x18 ഇഞ്ച് വലിപ്പമുള്ള കളർ പ്രിന്റുകളാണ് മത്സരത്തിന് അയക്കേണ്ടത്. ഒന്നാം സമ്മാനം 25,000 രൂപയും 2ഉം 3ഉം സമ്മാനങ്ങൾ യഥാക്രമം 15,000, 10,000 എന്ന തോതിലുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് www.fibkerala.gov.in. മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് അനുയോജ്യമായ ഇറിഗേഷൻ ഈസി എന്ന ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റിന് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം രൂപം നൽകി. 80 ഗ്രോബാഗുകളെ ഒരു സമയത്ത് നനയ്ക്കാൻ കഴിയുന്ന കിറ്റാണിത്. നിലവിലുള്ള വാട്ടർ പൈപ്പിലോ ടാങ്കിലോ ഫിറ്റ് ചെയ്ത് ഇത് ഉപയോഗിക്കാം. ചെടികൾക്ക് വേണ്ടത്ര അളവിൽ മാത്രം വെള്ളം എത്തിക്കും വിധം ഇറിഗേഷൻ ഈസി കിറ്റ് നിയന്ത്രിക്കാനാകും. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. വിളിക്കാവുന്ന ഫോൺ നമ്പർ 0484249250. പശു വളർത്തലിന് സഹായകരമാകുന്ന കൈപ്പുസ്തകം ക്ഷീരകർഷകർക്കായി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിച്ചു. ശാസ്ത്രീയ പശുപരിപാലന രീതികളും പുതിയ കർഷകരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് ലഭ്യമായതും നിലവിൽ ക്ഷീരമേഖലയിൽ പ്രസക്തിയുള്ളതുമായ വിവരങ്ങൾ ലളിതമായി പ്രതിപാദിക്കുന്നതാണ് കൈപ്പുസ്തകം. കൈപ്പുസ്തകത്തിനു വേണ്ടി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471231458. നാളികേര വികസന ബോർഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള നിലമ്പൂർ കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നഴ്സറിയിൽ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ ലഭ്യമാണ്. മലയൻ ഓറഞ്ച്, മലയൻ പച്ച, മലയൻ മഞ്ഞ എന്നീ കുറിയ ഇനം തെങ്ങിൻ തൈകളാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. വിളിക്കാവുന്ന ഫോൺ നമ്പർ 9447979236. മറ്റൊരു നമ്പർ 9567239236. തമിഴ്നാട് കാർഷിക സർവകലാശാല വിളസസ്യങ്ങളെ എയ്റോപോണിക് സമ്പ്രദായത്തിലൂടെ വളർത്തുന്ന രീതിക്ക് പ്രചാരം നൽകുന്നു. വായുവും നീരാവിയും കലർന്ന ചുറ്റുപാടിൽ പൂർണ്ണമായും അടയ്ക്കപ്പെട്ട ഗ്രീൻ ഹൌസിൽ ചെടികൾ വളർത്തുന്ന രീതിയാണ് എയ്റോപോണിക്സ്. എയ്റോപോണിക്സ് കൃഷിക്ക് മണ്ണ് ആവശ്യമില്ല. വേര് വെള്ളത്തിൽ മുക്കിയല്ല വളർത്തുന്നത്. വെള്ളവും പോഷകലായനിയും വേരിൽ മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന ഹൈഡ്രോപോണിക്സിനേക്കാൾ എയ്റോപോണിക്സിന് വിളവ് കൂടുതലായിരിക്കും. തിരുവനന്തപുരം നഗരവാസികളുടെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കാർഷിക ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നു. ജൂലൈ 8 രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആനയറ കൃഷി ബിസിനസ് കേന്ദ്രയിലാണ് കാർഷിക ക്ലിനിക്ക് പ്രവർത്തിക്കുക. ചെടികൾക്കുണ്ടാകുന്ന രോഗകീടബാധകളെക്കുറിച്ച് നഗരവാസികൾക്കുള്ള സംശയങ്ങൾക്ക് വിദഗ്ധർ പരിഹാരം നൽകുന്നു. വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 8289907652. ഉൽപ്പന്നങ്ങളുടെ നികുതി HSN കോഡ് അടിസ്ഥാനപ്പെടുത്തിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒട്ടുപാലിന്റെ ശരിയായ പദം ഫീൽഡ് കൊയാഗുലം എന്നാണ്. എന്നാൽ ഒട്ടുപാലിനെ സ്ക്രാപ്പ് എന്ന് തെറ്റായി ഉപയോഗിക്കാറുണ്ട്. സ്ക്രാപ്പ് എന്നത് റബ്ബർ ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഒട്ടുപാലിന്റെ ഫീൽഡ് കൊയാഗുലത്തിന്റെ HSN കോഡ് 4001 ആണ്. സ്ക്രാപ്പിന്റെ HSN കോഡ് 4004 ആണ്. GST പ്രകാരം 4004 ഉള്ള വസ്തുക്കൾക്ക് 18% നികുതി. HSN കോഡ് 4001 ഉള്ള വസ്തുക്കൾക്ക് നികുതി 5% ആയതിനാൽ ഒട്ടുപാൽ ക്രയവിക്രയം നടത്തുമ്പോൾ ഫീൽഡ് കൊയാഗുലം എന്നും HSN കോഡ് 4001 എന്നും രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,500 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 14,300 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 12,300 രൂപ, കൊപ്ര കൊച്ചി 8,430 രൂപ, കൊപ്ര കോഴിക്കോട് 9,050 രൂപ, കൊപ്ര തൃശൂർ 8,305 രൂപ,
കുരുമുളക് അൺഗാർബിൾഡ് 48,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 50,800 രൂപ, ചുക്ക് മീഡിയം 9,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,500 രൂപ, മഞ്ഞൾ സേലം 8,000 രൂപ, മഞ്ഞൾ ഈറോഡ് 8,500 രൂപ, അടയ്ക്ക പഴയത് 20,000 മുതൽ 21,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,700 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,850 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,500 രൂപ, കൊപ്ര 8,410 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 48,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 50,800 രൂപ, ചുക്ക് മീഡിയം 9,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,500 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 20,000 മുതൽ 21,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150 മുതൽ 170 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 300 മുതൽ 340 രൂപ വരെ, ജാതിപത്രി മഞ്ഞ ചുവപ്പ് 450 മുതൽ 525 രൂപ വരെ, ഗ്രാമ്പു 690 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,700 രൂപ, ഒട്ടുപാൽ 8,700 രൂപ, ലാറ്റക്സ് 8,700 രൂപ. ഇനി കമ്പോളാവലോകനം. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കാർഷിക മേഖല മുഖ്യ വിപണികളിലേക്കുള്ള ഉൽപ്പന്ന നീക്കം കുറച്ചത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വരവിനെ ബാധിച്ചു. ഹൈറേഞ്ചിൽ നിന്നും ഇതര ഭാഗങ്ങളിൽ നിന്നും കൊച്ചിയിൽ നിന്ന് കാര്യമായി കുരുമുളകും ചുക്കും മഞ്ഞളും വിൽപ്പനയ്ക്ക് എത്തിയില്ല. റബ്ബർ അവധി നിരക്കുകളിൽ ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെട്ട കുതിച്ചുചാട്ടം ടയർ വ്യവസായികളെയും ഉത്തരേന്ത്യൻ വാങ്ങലുകാരെയും വിപണികളിലേക്ക് അടുപ്പിച്ചു. ടാപ്പിംഗ് സീസൺ ആണെങ്കിലും ഷീറ്റിന്റെ ലഭ്യത കുറഞ്ഞതിനാൽ നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. മഴ വിളവെടുപ്പിനെയും കൊപ്ര സംസ്കരണത്തെയും ബാധിച്ചിട്ടും മില്ലുകാർ എണ്ണ വിലയിൽ മാറ്റം വരുത്തിയില്ല. മാസാരംഭമായതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം ഉയർന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30 23.8, കൊച്ചി 30.5 23.3, ആലപ്പുഴ 31.5 24, പുനലൂർ 32 23.6, തിരുവനന്തപുരം 32.2 24.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.